ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ഇലക്ട്രിക് വണ്ടികളായിട്ട് പറയാനൊന്നും ഇല്ലായിരുന്നു. ഈവൻ ദോ അവർക്ക് കുറച്ച് പ്രീമിയം വേർഷൻസ് ആയ ഐനിക് 5 ഉണ്ടായിരുന്നു, പിന്നെ കോന ഇവി ഉണ്ടായിരുന്നു. അത് പക്ഷേ CBU ആയിട്ട് ആദ്യം വന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിയില്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അവരുടെ ഒരു മാസ് മാർക്കറ്റ് EV അല്ലെങ്കിൽ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും MGയുടെ ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഹ്യുണ്ടായി ഇറക്കിയ ആദ്യത്തെ EV ആയ ക്രെറ്റ ഇലക്ട്രിക് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനും ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്, അതാണ് പ്രൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നതും ഈ വാഹനത്തിൻ്റെ പ്രൈസിനെ പറ്റി തന്നെയാണ്. കാരണം ബാക്കിയൊന്നും ഇനിയിപ്പോൾ പറയാനില്ല, ഓൾറെഡി ഇതിൻ്റെ മീഡിയ ഡ്രൈവിൻ്റെ വീഡിയോസും വന്നതാണ്. എന്തായാലും ആദ്യം തന്നെ പ്രൈസ് പറയുന്നതിന് മുന്നേ ഇതിൻ്റെ വേരിയൻസ് ഏതൊക്കെയാണെന്നും കൂടെ നോക്കണമല്ലോ. ഇതിനകത്ത് നെയിമിംഗ് അനുസരിച്ച് എടുക്കാനാണെങ്കിൽ 5 വേരിയൻസ് ആണ് വരുന്നത്. ബേസ് വേരിയൻ്റെ പേര് എക്സിക്യൂട്ടീവ് എന്നാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് സ്മാർട്ട് ഓപ്ഷണൽ, പിന്നെ പ്രീമിയം, അതുപോലെ എക്സലൻസ് തുടങ്ങിയ വേരിയൻസ് ആണ് വരുന്നത്. പക്ഷേ മീഡിയം റേഞ്ചും ലോങ് റേഞ്ചും ഉണ്ട്. ഹ്യുണ്ടായി മീഡിയം റേഞ്ച് എന്നൊന്നും പറയുന്നില്ല, ലോങ് റേഞ്ചിന് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് ബേസിക് വേരിയൻസിൽ വരുന്ന 4 വേരിയൻസും അതുപോലെ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 വേരിയൻസ് ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ലോങ് റേഞ്ച് മോഡൽ നമുക്ക് ആകെപ്പാട് സ്മാർട്ട് ഓപ്ഷനിലും എക്സലൻസിലും മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ മീഡിയം റേഞ്ച്, അതായത് 42 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 4 വേരിയൻസ്, എക്സലൻസ് ഒഴികെയുള്ള ബാക്കി 4 വേരിയൻസിലും ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പം അറിയാനുള്ളൊരു മെയിൻ സംഭവം പ്രൈസിംഗ് ആണ്. പ്രത്യേകിച്ച് മഹീന്ദ്ര അവരുടെ B6-ൻ്റെ XC90 ഒക്കെ പ്രൈസ് പറഞ്ഞാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഡ്രൈവറായിട്ട് നമുക്ക് കർവ് EVയും അതുപോലെ B6ഉം പിന്നെ MGയുടെ ZCV ഒക്കെ പറയാം. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇതിൻ്റെ 42 kWh ബാറ്ററി പാക്ക് വെച്ച് വരുന്ന ബേസ് മോഡലായ എക്സിക്യൂട്ടീവിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 17.99 lakhs ആണ്. B6ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയേണ്ടി വരും. 18.6 lakhsലാണ് B6-ൻ്റെ 59 kWh ബാറ്ററി പാക്ക് വെച്ച് വരുന്ന വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തുടങ്ങുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ 42 kWh മാത്രമേ സൈസ് വരുന്നുള്ളൂ. ബാറ്ററി സൈസിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ആണെങ്കിലും ജസ്റ്റ് 60,000 രൂപ മാത്രമേ B6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിട്ട് വരുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്, വാല്യൂ ഫോർ മണി ആണോ അതോ പ്രൈസിങ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പറയാം. അതിന് തൊട്ട് മുകളിൽ സ്മാർട്ട് വേരിയൻറ്റ് കിട്ടുന്നുണ്ട് 18.99, സ്മാർട്ട് ഓപ്ഷണൽ 19.49, പ്രീമിയം 19.99. അതായത് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ടിലേക്ക് 1,00,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ബാക്കി 2 വേരിയൻസും 50,000 വെച്ചുള്ളൊരു ഡിഫറൻസ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ലോങ് റേഞ്ച് മോഡലാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ 2 വേരിയൻസിലേ കിട്ടുന്നുള്ളൂ. ആൻഡ് അതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 21.49 lakhs ആണ്. എക്സലൻസ് മോഡൽ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ 23.49 lakhsലാണ് ഇത് ടോപ്പ് ഔട്ട് ചെയ്യുന്നത്. അത് നമ്മൾ B6 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 25.6 lakhs ആണ് അതിൻ്റെ ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2.1 lakhsൻ്റെ എക്സ്ഷോറൂം പ്രൈസിന് ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ആക്ച്വലി അല്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞ 79 kWh ബാറ്ററി പാക്ക് വെച്ച് വരുന്ന B6-ൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആണ്. അതിൻ്റെ തന്നെ ഒരു 59 kWh ബാറ്ററി പാക്കുള്ള വണ്ടിയുണ്ട്. ഉറപ്പായിട്ടും 2,00,000 രൂപ അതിന് കുറവായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ. കാരണം മഹീന്ദ്ര എന്തായാലും പാക്ക് 3, അതായത് 3 വേരിയൻസ് ആണുള്ളത്, പാക്ക് 1, പാക്ക് 2, പാക്ക് 3, 3 വേരിയൻസിലും അവർ 2 തരത്തിലുള്ള ബാറ്ററി കൺഫിഗറേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടോപ്പ് എൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്രെറ്റ ഇവിയുടെ ഒരു ടോപ്പ് എൻഡ് പ്രൈസിൽ തന്നെ ആയിരിക്കും നമ്മുടെ B6-ൻ്റെ 59 kWh ബാറ്ററി പാക്ക് സൈസ് വരുന്ന വണ്ടിയുടെ ടോപ്പ് എൻഡ് വാങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് കൂടുതലാണ്. അഗെയിൻ അത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയാണ്. ക്രെറ്റ ഇവി എന്ന് പറയുമ്പം അഗെയിൻ ഐസ് പവേർഡ് പ്ലാറ്റ്ഫോം അവരുടെ അടുത്ത് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. അതായത് Gen 1 EVs-ൻ്റെ കുറേ പ്രശ്നങ്ങൾ ആദ്യത്തെ വണ്ടികളൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടല്ലോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ എഞ്ചിനീയർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പം നമ്മൾ B6 നോക്കി കർവ് EV വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 17.5 lakhsലാണ് അതിൻ്റെ 45 kWh ബാറ്ററി പാക്ക് വെച്ച് വരുന്നതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഗെയിൻ അതിൻ്റെ ബാറ്ററിയുടെ ചെറിയ സൈസ് വരുന്നതും ഇതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലുണ്ട് സൈസ്. ആൻഡ് അതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് 55 kWh ബാറ്ററി പാക്കാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 19.25 lakhs ആണ്. സോ ഈ വണ്ടിയുടെ ലോങ് റേഞ്ച് വാങ്ങുന്നതിലും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ചുകൂടെ കുറവാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ടോപ്പ് ഔട്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 21.99 lakhs ആണ് കർവ് EVയുടെ 55 kWh ബാറ്ററി പാക്ക് വരുന്നതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിലും ക്രെറ്റ EVയുടെ വില എന്തായാലും കൂടുതലാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് കർവ് EVയുടെ 45 kWh ബാറ്ററി പാക്കിൻ്റെ ടോപ്പ് എൻഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് 19.29 lakhs ആണ്. എഗെയിൻ വ്യത്യാസം നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് 70,000 അടുത്ത് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതൊരു രീതിയിൽ കമ്പയർ ചെയ്താലും ക്രെറ്റ ഇവിയുടെ പ്രൈസ് ബാക്കി കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികളുടെ ഇപ്പോൾ B6-ൻ്റെ ഒക്കെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും. പക്ഷേ മഹീന്ദ്ര ആ പ്രൈസ് പോയിന്റ് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. നമ്മൾ ഇതുവരെ ആ ഒരു പ്രൈസ് പോയിന്റിലുള്ള വണ്ടികളൊന്നും കാണാത്ത തരത്തിലുള്ള ഫീച്ചേഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതിലിപ്പോൾ ചിലപ്പം കുറേ സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുള്ളായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് കിട്ടുന്ന വാല്യൂ, അതാണ് അതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യം ഹ്യുണ്ടായുടെ റിലയബിലിറ്റി ആണ്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഹ്യുണ്ടായി ആദ്യമായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇൻ്റർനാഷണലി അവർ ഇഷ്ടംപോലെ ഇലക്ട്രിക് വണ്ടികൾ ഐനിക് സീരീസിലൊക്കെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു എക്സ്പെർട്ടീസ് അവർക്കുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളൊന്നും, അതായത് ഇലക്ട്രിക് വണ്ടിക്ക് റിലയബിലിറ്റിയുടെ പ്രശ്നം ഓർ ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്
ബോക്സ് വൈസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക, അങ്ങനത്തെ മാൽ ഫങ്ഷനിങ് ഇഷ്യൂസ് ഒന്നും എന്തായാലും ഹ്യുണ്ടായുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വണ്ടി അത്യാവശ്യം റിലയബിൾ ആയിരിക്കും. ആ ഒരു അഷുറൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടി പോയി എടുക്കാം എന്ന് മാത്രം. അല്ലാതെ നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് വില കൂടുതലാണ്. പിന്നെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ ക്രെറ്റയിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ കുറച്ച് വ്യത്യാസമുണ്ട്, സ്റ്റിയറിംഗ് വീല് വ്യത്യാസമുണ്ട്, പിന്നെ നമുക്ക് ഗിയർ നോബ്, അതായത് നമ്മുടെ മോഡ് സെലക്ടർ സൈഡിലായിട്ടുണ്ട് ഒരു സ്റ്റോക്ക് പോലെ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ്, ബാക്കിലൊരു ട്രേ വരിക, അതുപോലെ പാസഞ്ചർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആവുക, അങ്ങനെ പറയുന്നത് സെൽട്ടോസിലൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് അവരിപ്പോൾ ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര പുതുമയുള്ള ഫീച്ചേഴ്സൊന്നും അല്ല. പിന്നെ മഹീന്ദ്രയുടെ വണ്ടികൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പവറിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടെ മുന്നിലാണ് നിൽക്കുന്നത്. ക്രെറ്റ EV ആവശ്യത്തിന് ഫാസ്റ്റാണ് കേട്ടോ, സ്ലോ ഒന്നുമല്ല. 7.5 സെക്കൻഡ്സിനടുത്ത് റിയൽ ടൈം ഇത് 0 to 100 എത്തുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് 171 PS പവറും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ക്ലെയിംഡ് ടൈം 7.9 സെക്കൻഡ്സ് ആണ്. ആൻഡ് മഹീന്ദ്രയുടെ വണ്ടികളുടെ 6.7 സെക്കൻഡാണ് V6-ന് വരുന്നത്, 6.8 സെക്കൻഡ്സ് ആണ് XUV90-യുടെ. അതും ടോപ്പ് എൻഡിൻ്റെ ആണ്. എഗൈൻ അതിൻ്റെ അകത്ത് നമുക്ക് 286 bhp ആണ് മാക്സിമം കിട്ടുന്നത്. 59 kWh ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് മിനിമം 226 bhp അടുത്ത് കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ പക്ഷേ നിങ്ങൾ 42 kWh വരുന്ന വണ്ടി എടുക്കുകയാണെങ്കിൽ 135 PS മാത്രമേ പവർ കിട്ടുന്നുള്ളൂ. അതും 9 സെക്കൻഡ്സിനടുത്ത് 0 to 100 എത്തും. പക്ഷേ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികൾ ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ്. ടാറ്റയുടെ കർവ് EV വെച്ച് പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ക്രെറ്റ EV തന്നെയാണ് ഫാസ്റ്റ്. കാരണം അതിൽ 165 PS ആണ് പവർ വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 8 to 9 സെക്കൻഡ്സ്, 8.5 സെക്കൻഡ്സ് സംതിങ് ആണ് എൻ്റെ ക്ലെയിംഡ് ടൈം. സോ ഇത് ഒത്തിരി കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്തായാലും പറയാം. ഇനി ഇതിനൊക്കെ പുറമെ അധികം വൈകാതെ തന്നെ നമ്മുടെ മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ വിറ്റാര. അതിൻ്റെ ഒരു കോമ്പറ്റീഷനും ഈ വാഹനത്തിന് തീർച്ചയായും ലഭിക്കും. എഗൈൻ ആ വണ്ടിയുടെയും ബാറ്ററി കൺഫിഗറേഷനൊക്കെ ഇതിനേക്കാൾ മച്ച് ഹയർ ആണ്. അതായത് കപ്പാസിറ്റി 14 kWh 61 kWh ബാറ്ററി പാക്കാണ് അത് ഉപയോഗിക്കുന്നത്. എഗൈൻ അതും ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയാണ്. ഫീച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി ക്രെറ്റ EV ചിലപ്പോൾ ഒരു ഇത്തിരി കൂടെ കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ആ വണ്ടി ഒട്ടും സ്ലോ അല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഓൾ വീൽ ഡ്രൈവും കിട്ടുന്നുണ്ട്. പിന്നെ മാരുതി സുസുക്കിയാണ് പൊതുവെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽക്കുന്നത്. അപ്പോൾ ഹ്യുണ്ടായി സെക്കൻഡ് പൊസിഷനിലുണ്ട് എങ്കിൽ പോലും ഇവർ രണ്ടും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ നമുക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റും. സുസുക്കിയുടെ പ്രൈസ് അനുസരിച്ചിരിക്കും. അവർ ആ വണ്ടിയും ഏകദേശം ഈ റേഞ്ചിൽ കൊണ്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നൊന്നും പറയാനില്ല. രണ്ട് വണ്ടികളും കറക്റ്റ് കോമ്പറ്റീഷനായി. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മഹീന്ദ്ര അവരുടെ വാല്യൂ ഫോർ മണി പ്രൈസിങ് വെച്ചും ഇരിക്കുന്നുണ്ടാവും. ടാറ്റയ്ക്ക് പിന്നെ ഇപ്പോൾ പറയാൻ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഇല്ല. അത് ഇനിയിപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. ഇതിന് മുന്നേ സേഫ്റ്റി പറയായിരുന്നു, പക്ഷേ അതിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വണ്ടിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അതിനിയും നമുക്കൊരു എക്സ്ക്ലൂസീവ് പോയിൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് എനിവേ, നിങ്ങളിപ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഇപ്പോഴും ഇത്ര ഓപ്ഷൻസ് ഉണ്ടായിട്ടും ക്രെറ്റ EV തന്നെ ഒരു പ്രൈസ് പോയിന്റിൽ ചൂസ് ചെയ്യും റിലയബിലിറ്റിക്ക് വേണ്ടി. ഓർ നിങ്ങൾ മഹീന്ദ്രയുടെ വണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സുസുക്കിയുടെ വണ്ടിയോ അല്ലെങ്കിൽ MGയുടെയോ ഓർ ടാറ്റയുടെ ഏതാണ് ട്രൈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് നല്ല ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.